താഴെ പോയിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഏത് മണിക്ക് പോവാ? 7 മണിക്ക്. ഓക്കെ ഓക്കെ. സോ വയസ്സ് ഞാൻ വിചാരിച്ചു താഴെ വീട്ടിൽ പോയിട്ടൊന്ന് വിളക്ക് എത്തിക്കാമെന്ന് ചോദിച്ചു. ശങ്കുതാൻ കുറേ, അതായത് ഞാൻ കുറേ ശങ്കൽ ഊതിയിട്ട്, ശംഖ് വിളിയോന്നറിയില്ല, നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാം. നമ്മളെ കാസർഗോഡിൻ്റെ ആയിട്ടുള്ള ചില കൾച്ചറൽ ബോംബ്സ് എന്നൊക്കെ പറയാം. ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഒരാൾ അത് വിട്ടിട്ട് 1 കൊല്ലത്തിന് മുകളിൽ ഒരു അന്യനാട്ടിൽ ഉണ്ടാകുമ്പോൾ ഇല്ല ഒരു ആന്തൽ, എന്താ അതിനെ പറയുക, ആ സംഭവം. ദാറ്റ്സ് സംതിങ് യുണീക്ക്. ഐ കനോട്ട് ബെയർ ഇറ്റ് എവരിതിങ്. പക്ഷേ ഞാൻ കാണിച്ചു തരാം. തോട്ടിൽ വെള്ളം നോക്കിയോ, യാ മോനെ ഓളി എന്നാണ്. ഞാൻ താഴെ പോയി കുളിച്ച് ശങ്കൂതി വെളുക്കത്തിട്ട് വേണ്ട. നല്ല പ്രശ്നം കഴിച്ചു. ഒരുത്തനെ നമ്മൾ അതിനോട് മിണ്ടുമ്പോൾ മറ്റവന് പൊസസീവ് അടിക്കും. കണ്ടോ, പൊസസീവ് അടിക്കും, പൊസസീവ് അടിക്കും. അപ്പോൾ കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് നേരെ താഴെ വീട്ടിലേക്ക് പോലെ. താഴെ വിടാന്ന് ഇത് നമ്മളെ തറവാട്. താഴെ ഇവിടെ ഇത് ദൈവത്തിലേ കൂടി ഇങ്ങനെ പോയിട്ട് അവിടെ നിന്ന് ഞാൻ പറഞ്ഞിട്ട് വെള്ളം ഒരു ചെറിയൊരു കനാല് പോലത്തെ സ്ഥലം. കനാലല്ല, ഒരു ചെറിയ വെള്ളം, കുളം. ആ കുളത്തിൽ നിന്നാണ് നമ്മൾ തറവാട്ടിലേക്ക് വേണ്ടിയിട്ട് വെള്ളം എടുക്കുക. ആ വെള്ളം എടുത്തിട്ട് നമ്മ അസ്തമയത്തിൻ്റെ പരിപാടികൾ തുടങ്ങും. പൊളിയാ പൊളി. കണ്ടോ ഏതാ ലൈഫ്. ഇതെല്ലാം വെച്ചിരുന്ന് നമ്മൾ ഈ ദുബായിൽ പോയി പണിയെടുത്തൊരു നോ വേ. അപ്പോൾ നമുക്ക് അപ്പൂനൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പൂ വന്നിട്ട് നമുക്ക് മെല്ലെ താഴേക്ക് പോകാൻ തുടങ്ങാം. ഓക്കെ, സെറ്റ്. ഇതാണ് നമ്മളെ അപ്പൂ നോക്കടാ, സെറ്റ്. ഇനിതാ നമ്മൾ ഇത് വഴി ഇങ്ങനെ പോകും കേട്ടോ താഴേക്ക്. ഇടക്കിടക്ക് ഓ പൊള്ളി. വെള്ളം ഒഴുകുന്നുണ്ടല്ലേ പൂ? വെള്ളം ഒഴുകുന്നുണ്ടേറ്റാ? നല്ല മഴ വന്നില്ലേ? പൊളി. ജാറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, മാൽക്കന്മാരുടെ താഴണ്ടാവും അല്ലേ? പൊള്ളി. വെള്ളം കിട്ടില്ല. ഉപ്പ് കോരിക്കോ. മീനുണ്ടല്ലടാ. പൊളി 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 പൊളി. പൊളി, നല്ല നൈസ്. കുറച്ച് ബ്രീത്ത് ചെയ്തുകൊണ്ട് കുളിക്കാൻ വേണ്ടി പോവാം. കുടിച്ചോക. സോ നമ്മൾ കുളിച്ചിട്ടായി. കുറേ നാൾക്ക് ശേഷം ക്ലോറിൻ ഇല്ലാത്ത പ്യുവർ ഓക്സിജൻ, തവളമൂത്രം എല്ലാമുള്ള അടിപൊളിയായുള്ള ന്യൂട്രീഷ്യസ് ആയ വെള്ളത്തിൽ കുളിച്ചിട്ട് നമ്മൾ വിളക്കെത്തിക്കാൻ പോകുന്നു ഗൈസ്. മൂട്. ഇതെന്താ പോ വെള്ളം വരാനാക്കിയതാ? ഇപ്പൊ ആ വേഴാമ്പലി വരലില്ലേ ഇപ്പൊ? പൊളി. ഈ ഒരു വ്യൂ അടിപൊളി അല്ലേ? ഇങ്ങനെ കയറി വരുന്ന ആംഗിള് ഒരു രക്ഷയില്ല. പൊളി. ഞാൻ ഡ്രസ്സ് ഇവിടെ വെക്കാം, ഇതൊക്കെ എല്ലാ വ്യൂ കിട്ടാണ്ട്. കീപ് മൈ ഡ്രസ് ഹിയർ. കയറുന്നോ പോ.
നമ്മൾ ഉള്ളിൽ പോയിട്ട് ചങ്ങാലത്തേരെ തിരി വെക്കും, തിരി വെക്കും, തിരി വെക്കും. ഓക്കെ, ഇതിൻ്റെ ചെന്നമ്മ ചെന്തച്ചൻ എന്താ ഇവിടെ നിന്നാണ് നമ്മൾ തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലേ? പോകും. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് തിരി ഉണ്ടാക്കും. തിരി ഉണ്ടാക്കിയിട്ട് അത് ചെങ്ങലത്തേൽ വെച്ചിട്ട് നമ്മൾ ഇവിടെ പോയി വിളക്കെത്തിക്കും. എല്ലാം സ്റ്റെപ്പായി കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷേ എക്സാക്റ്റ് ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ലല്ലോ. സോ അഡ്ജസ്റ്റ്. അപ്പോൾ അത്ര മാത്രമേ എന്നെ കാണിക്കാൻ വേണ്ടി പറ്റൂ ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അസ്തമയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറായി. ഇനിയിപ്പോൾ ലാസ്റ്റ് ശംഖുവതും ഞാൻ കുറേ ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലത്തിനധികമായി ശംഖുവതിൽ. നമുക്ക് നോക്കാം എങ്ങനെയാണ് എനിക്ക് ശംഖ് വിളിക്കാൻ വേണ്ടി പറ്റൂല്ല, എന്ത് കാര്യം നമുക്ക് നോക്കാം. പറ്റുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പറ്റും, നോക്കാം. ശരി, വന്നു അല്ലേ? ആകെ നോക്ക് നമ്മളെടുത്ത വീട്ടിൽ. ഓ ശരി, എന്നെ ഇവിടെ നിന്നൊരു വെള്ളം കുടിച്ചിട്ട് നമ്മൾ വീട്ടിൽ പോകും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വീട്ടിലേക്ക് പോലെ എൻ്റെ ഇപ്പം വാച്ചിയുണ്ട്, അപ്പുണ്ട്. നമ്മൾ എന്തിനിപ്പോൾ പോകണേ? വീട്ടിൽ പോയി നല്ല രീതിയിൽ തന്നെ കെട്ടും മുട്ടായി കയറി കൊടുത്ത് കെട്ടും മുട്ടായി. ഞാനൊരു പ്രവാസിയായോ? ഒരു പ്രവാസി ആവണ്ട. എന്ത് വ്യൂ നോക്കുക. ഇവിടുന്ന് ശ്വാസം എടുക്കുന്ന സമയത്ത് ദുബായ് ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല, അത്രയും നല്ലൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ ശ്വാസം എടുക്കുമ്പോൾ എന്താ അല്ലേ, ഒരു വേറെ തന്നെ. അവിടെ ഒരു മണലെല്ലാം കൂടി ഒരു ശ്വാസമല്ലേ ഇപ്പോൾ. ഞാൻ കുറച്ച് സമയം ഒന്ന് സംസാരിക്കാതെ നമുക്കിന്ന് നടന്നു നോക്കാം ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് നേച്ചറിൻ്റെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കുക നിങ്ങൾ.